ഗാന്ധിയുടെ മകനും നെഹ്റുവിന്റെ മകനും കൂടി ഒരു സീറ്റിന് ട്രൈ ചെയ്യുന്നു. പാർട്ടി ആലോചിച്ചപ്പോഴത്തേക്ക് രണ്ടുപേർക്ക് കൂടി സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് മാത്രമേ സീറ്റ് കൊടുക്കാൻ പറ്റൂ. ഗാന്ധിയുടെ മകനും കൊടുക്കോ നെഹ്റുവിന്റെ മകനും കൊടുക്കോ? അങ്ങ് തമിഴ്നാട്ടിൽ അതിനുവേണ്ടി ഒരു അഭിമുഖ പരീക്ഷ നടത്തി മുഖ്യമന്ത്രി സ്റ്റാലിൻ. അതിൽ ഒരാൾ മാത്രമാണ് പാസ്സായത്, അദ്ദേഹത്തിന് മാത്രമാണ് സീറ്റ് കിട്ടിയത്. ആ രസകരമായ കഥയിലേക്ക് ഇനി അരസ്യൽ ഗലാട്ട. ഖാദി വകുപ്പാണ് ഗാന്ധി കൈകാര്യം ചെയ്യുന്നത്. നഗരവികസനമാണ് നെഹ്റുവിന്റെ വകുപ്പ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്റെ മന്ത്രിസഭയിലേക്ക് രണ്ടുപേരെയും തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ഖാദി ഗാന്ധിക്ക് എന്നതിൽ തർക്കമില്ലായിരുന്നു. റാണിപ്പെട്ട് മണ്ഡലത്തിൽ നിന്ന് 4 തവണയാണ് ഗാന്ധി ജയിച്ചു കയറി MLA ആയത്. ട്രിച്ചി വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ KN നെഹ്റു ജയിച്ചത് ആകെ 5 തവണ. രണ്ടുപേരെയും സംസ്ഥാന ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ദീർഘകാല പൊതുപ്രവർത്തന പാരമ്പര്യം കണക്കിലെടുത്തു തന്നെ. 2 മന്ത്രിമാരുടെയും മക്കൾ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ DMK ടിക്കറ്റിനുള്ള അപേക്ഷകരായി. ഗാന്ധിയുടെ മകൻ വിനോദ് ഗാന്ധി ആരക്കോണത്ത് മത്സരിക്കാൻ തയ്യാറായി അഭിമുഖത്തിനെത്തി. KN നെഹ്റുവിന്റെ മകൻ അരുൺ നെഹ്റു പെരമ്പലൂർ മണ്ഡലത്തിലേക്കാണ് നോട്ടമിട്ടത്. DMK പട്ടികയെത്തിയപ്പോൾ ആരക്കോണത്ത് S ജഗത്രക്ഷകൻ സ്ഥാനാർത്ഥിയായി. അതായത് വിനോദ് ഗാന്ധി പുറത്ത്. അരുൺ നെഹ്റു പെരമ്പലൂർ മണ്ഡലത്തിൽ DMK സ്ഥാനാർത്ഥിയായി പട്ടികയിൽ ഇടം നേടി. അരുൺ നെഹ്റു എന്ന പേരിലുമുണ്ട് ഒരു കൗതുകം. രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ, നെഹ്റു കുടുംബാംഗം. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് തെളിഞ്ഞു നിന്ന അതേ പേര് അരുൺ നെഹ്റു. മറ്റൊരു മന്ത്രിപുത്രന് കൂടി സീറ്റ് ലഭിച്ചിട്ടുണ്ട്. MK സ്റ്റാലിൻ മന്ത്രിസഭയിലെ മന്ത്രി ദുരൈ മുരുകന്റെ മകൻ കതിർ ആനന്ദ് വെല്ലൂരിൽ മത്സരിക്കും. 2005-ൽ ഗാന്ധിയും ഭാര്യയും മകനും പ്രതികളായി ഒരു അഴിമതി കേസ് പൊങ്ങി വന്നു. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ചാർജുകൾ. ഏറെക്കാലം കോടതി കയറിയിറങ്ങി. പിന്നീട് കേസിൽ നിന്നും 3 കുറ്റവിമുക്തരായി. പക്ഷേ അഭിമുഖ പരീക്ഷയിൽ വിനോദിനത് മൈനസ് മാർക്കിനിടയാക്കി. രാജ്യം നടുങ്ങിയ 2G സ്പെക്ട്രം അഴിമതി കേസിൽ മുങ്ങിയ DMKയും അതിലെ പ്രതിനായകനായ രാജയും ആരോപണ വിധേയയായ കനിമൊഴി കരുണാനിധിയും DMK പട്ടികയിൽ കടന്നുകൂടിയപ്പോഴാണ് സ്വത്ത് സമ്പാദന കേസിൽ കുറ്റവിമുക്തനായ വിനോദ് ഗാന്ധിയുടെ മോഹം പൊലിഞ്ഞത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ ഏറെക്കാലം കുടുങ്ങിക്കിടന്ന ദയാനിധി മാരനും കിട്ടി ടിക്കറ്റ്. ഇലക്ഷൻ ഡെസ്ക് 24.